ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS പാസ്പോർട്ട് പുതുക്കാനുള്ള NOC നൽകിയില്ലെന്ന് ആരോപണം. ജയതിലകിന്റേത് ക്രിമിനൽ മനസ്സോടുകൂടിയ ഉപദ്രവമാണെന്നും അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാത്തത് ചട്ടലംഘനമാണെന്നും വിമർശനം. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. സമൂഹ മാധ്യമത്തിലൂടെയാണ് ചീഫ് സെക്രട്ടറിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പ്രശാന്ത് പങ്കുവയ്ക്കുന്നത്. ടിൻറ്റു ദാസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ടിൻറ്റു, പ്രശാന്ത് IAS നേരത്തെ തന്നെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതാണ്. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സന്ദേശമാണല്ലോ ഈ പുതിയ FB പോസ്റ്റിലൂടെ പ്രശാന്ത് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഗൗതം, ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയുള്ള ആരോപണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് മുന്നോട്ട് പോകുന്നത്. പ്രശാന്ത് നമുക്കറിയാം ഇപ്പോൾ സർവീസ് നടപടിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ കാലാവധിയിൽ താൻ കൊളംബിയയിലേക്ക് തൻ്റെ കൂട്ടുകാരുമൊത്ത് കൊളംബിയയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി NOC ആവശ്യപ്പെട്ടിരുന്നു. ആ NOC നൽകിയില്ല എന്നാണ് ഈ ജയതിലകിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് താൻ ഡിസ്റ്റൻ്റായിട്ട് പുറത്തു പോയിട്ട് ഇത്തരത്തിലൊരു PhD ചെയ്യാനായിട്ട് ആലോചിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് 3 മാസങ്ങൾക്ക് മുമ്പ് നോൺ ഒഫൻസിബിൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ 3 മാസം പിന്നിട്ടിട്ട് NOC സൈൻ ചെയ്ത് കിട്ടിയില്ല. തൻ്റെ കീഴുദ്യോഗസ്ഥന് പോലും വെറും 30 സെക്കൻഡ് കൊണ്ട് ഒരു ഫോട്ടോയിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമാണ് NOC എന്നുള്ളത്. അപ്പോൾ തന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട്, തന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ജയതിലക് ഇത്തരത്തിൽ NOC നൽകാത്തത് എന്നാണ് ആരോപിച്ചിട്ടുള്ളത്. തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തനിക്ക് മടിയില്ല. മനേകാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസ് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് ഈ NOCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജയതിലകിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഈ പ്രശാന്ത് നടത്തിയിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ പ്രശാന്ത് ഈ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഹിയറിങ്ങിന് വേണ്ടി വിളിച്ചിരുന്നു. ആ ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് വലിയ വാർത്തയായ സംഭവമാണ്. പക്ഷേ ലൈവ് സ്ട്രീമിങ്ങിന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് തനിക്ക് കാണാതായി എന്ന് പറയപ്പെടുന്ന പല രേഖകളും, താൻ ആവശ്യപ്പെട്ടിരുന്ന രേഖകളും ഒക്കെ സർക്കാർ തലങ്ങളിൽ കിട്ടാൻ, അല്ലെങ്കിൽ ഈ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ലഭിച്ചത്. അത്തരത്തിൽ താൻ നിർബന്ധം പ്രകടിപ്പിക്കുമ്പോൾ, തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ മാത്രമാണ് തനിക്ക് കിട്ടേണ്ട പരിഗണന, തനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും പോസ്റ്റിൽ എഴുതിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കൊളംബിയയിൽ കൂട്ടുകാരുമൊത്ത് പോകാത്തതല്ല എൻ്റെ പ്രശ്നം. തനിക്ക് കിട്ടേണ്ട NOC, അതായത് 30 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ കിട്ടേണ്ട NOC 3 മാസങ്ങൾ പിന്നിടുമ്പോൾ ലഭിക്കാതിരിക്കുന്നത് ജയതിലകിൻ്റെ ക്രിമിനൽ ബുദ്ധിയുടെ ഭാഗമാണ്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഏതറ്റം വരെ നിയമ നടപടിക്ക് പോകുമെന്നും എൻ പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ പ്രശാന്ത് ജയതിലകിനെതിരെ മറ്റു മുതിർന്ന IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇത്തരത്തിൽ പരസ്യമായിട്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതിന് നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എൻ പ്രശാന്ത് IAS എന്ന് പറയുന്നത്. 170 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് പ്രശാന്തിൻ്റെ സസ്പെൻഷൻ കാലാവധി. പക്ഷേ പ്രശാന്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന റിപ്പോർട്ട് ഉൾപ്പെടെ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും മുതിർന്ന ചീഫ് സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശാന്ത് IAS രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ടിൻറ്റു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.